ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രോക്ക് കട്ട് ചെയ്യാൻ പഠിച്ചു. അപ്പം എല്ലാവരും അതുപോലെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇന്ന് സ്റ്റിച്ച് ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രോക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം മോഡൽ ഫ്രോക്കൊന്നുമല്ല, സാധാ സിമ്പിൾ ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചത്. അപ്പം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം കുറച്ച് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു, അപ്പോൾ അത് ശരിയല്ലാതെ പോയി. അപ്പം അതിൽ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കഴുത്ത് ഇത്രയും പകുതി ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ചതുരത്തിലൊരു പീസ് ഞാൻ തുണി എടുത്തിട്ട് ഇതിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി അടിച്ചിട്ട് ഇനി ഇതിൽ മടക്കി അടിച്ചു. ഇനി ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് ഈ പീസിൽ താഴോട്ട് നമ്മൾ വെച്ചടിച്ചിട്ട് ഇവിടെ വി പോലെ നമ്മൾ സൂചി കുത്തി നിർത്തും. എന്നിട്ട് ആ പീസിനെ നമ്മൾ തിരിച്ച് വീണ്ടും തയ്ച്ചെടുത്തിട്ട് നമ്മൾ നൂല് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം കോണോട് കോണ് ചേർത്ത് ഒന്ന് കട്ട് ചെയ്യും. കാര്യം തുണി അകത്തോട്ടൊന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ തുണിയെ നമ്മൾ തിരിച്ചിടും. ഇതാ കണ്ടോ, തുണി തിരിച്ചിട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇവിടെയാണ് കട്ട് ചെയ്ത് വിട്ടത്. എന്നിട്ട് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കും. എന്നിട്ട് ഈ തുണി അകത്ത് ഈ കിടക്കുന്ന തുണിയില്ലേ, അത് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒന്നും കൂടെ ഒന്ന് ചതുരത്തിലടിച്ചു കൊടുക്കും. ആ പീസ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചതുരത്തിലടിക്കുന്നത്. ഇതുപോലെ ചതുരത്തിൽ നമ്മൾ അടിച്ചു മാറ്റി. കണ്ടോ, ഇവിടെ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാൻ, ഇവിടെ ഒരു ഹുക്ക് ബാറും വെച്ച് ഇവിടെ ഒരു ഹുക്കും വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തയ്ച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാർട്സ് എടുത്തിട്ട് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഒറ്റ തയ്യലിട്ട് പോകുന്നുള്ളൂ. നിങ്ങൾ 2 തയ്യലിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക. കണ്ടോ, ഒരു സൈഡിലെ ഷോൾഡർ നമ്മൾ യോജിപ്പിച്ചു. ഇപ്പുറത്തെ സൈഡിൽ ഷോൾഡറും യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിനെ കട്ട് ചെയ്ത് നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ്, ചിലർക്ക് നൂല് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, മറന്നു പോകും, മടിയാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തത് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ കഴുത്തിൽ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കളർ വരുന്ന ബ്ലാക്ക് അല്ലേ, ഇതിൻ്റെ നടുക്ക് വരുന്ന കളർ ഇതിലിടയ്ക്കൊക്കെ എടുക്കുക. അപ്പം ബ്ലാക്ക് കളർ പൈപ്പിംഗ് വയ്ക്കാം. അപ്പോൾ പൈപ്പിംഗ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പഠിപ്പിച്ചു തരാം. അപ്പോൾ പൈപ്പിംഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ക്രോസ് പീസ് വെട്ടുന്ന എല്ലാവർക്കും അറിയാവോ, ഒരു ചതുരത്തിൽ നമ്മളൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ കോണ് വെട്ടണം. ഇതുപോലെ കോണായിട്ട് വെട്ടണം. ഞാൻ ക്രോസ് പീസ് വെട്ടാൻ പഠിപ്പിച്ചു തരാം. കാര്യം ചുരിദാറിൻ്റെയും അല്ല ബ്ലൗസിൻ്റെ നെക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ക്രോസ് പീസാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടുന്നത്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പൈപ്പിംഗ് തയ്ക്കണമെങ്കിലും കഴുത്ത് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിലും ക്രോസ് പീസ് വേണം. അപ്പോൾ തുണിയുടെ കോണാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കണ്ടല്ലോ. എന്നിട്ട് ഈ ക്രോസ് പീസിനെ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കും. കണ്ടല്ലോ. എന്നിട്ട് നമ്മളതിനെ യോജിപ്പിച്ചെടുക്കും. കണ്ടോ, ഇങ്ങനെ വരും. വീണ്ടും നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് മറു പീസിലും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. വീണ്ടും നമ്മളിങ്ങനെ തന്നെ വെച്ച് കൊടുക്കും. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പഠിച്ചോ. കണ്ടോ, ഇങ്ങനെ വരും ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും. എന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട്
നമ്മളിതിൻ്റെ നല്ല ഭാഗം വെച്ച് തയ്ച്ച് തുടങ്ങും. അപ്പം ആദ്യമായിട്ട് തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഒന്ന് മടക്കി കൊടുക്കണേ. ഇതാ ഇങ്ങനെ മടക്കി. പിന്നെ തയ്ച്ച് വരുമ്പോഴത്തേന് ഈ ഷോൾഡറിൻ്റെ പീസ് എപ്പോഴും ബാക്കിലോട്ട് കിടക്കണം. കഴുത്തിൻ്റെ പീസ് എപ്പോഴും ബാക്ക് സൈഡിലോട്ട് തന്നെ കിടക്കണേ. ക്രോസ് പീസ് കഴുത്തൊക്കെ വെച്ച് പോകുമ്പോഴും നമ്മളെപ്പോഴും തുണി വലിക്കാൻ പാടില്ല. തുണി വലിച്ചു കഴിഞ്ഞാൽ അത് വലിഞ്ഞു പോകും. കഴുത്ത് നേരെ ആവത്തില്ല. കഴുത്ത് വലിപ്പമുള്ള കഴുത്തായിട്ട് മാറും. കഴുത്ത് എപ്പോഴും വലിഞ്ഞും അത് ചുരുങ്ങിയും കാണും. ഇതുപോലെ പതുക്കെ തുണി വെച്ച് തയ്ച്ചാൽ മാത്രം മതി, വലിച്ചു പിടിക്കരുത്. ഇതാ കണ്ടോ, ഷോൾഡറിൻ്റെ പീസ് ബാക്കിലോട്ട്, ഇത് ഷോൾഡർ കൂട്ടി അടിച്ചതിന് പീസ് ബാക്ക് കഴുത്തിൻ്റെ ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴും നമ്മളൊന്ന് മടക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇനി നമുക്ക് പൈപ്പിങ് അടിക്കാം. നമുക്ക് എത്ര വീതി വേണോ അത്രയും വീതിയിൽ വേണം പൈപ്പിങ് അടിച്ച് പോവാനേ. അപ്പം പൈപ്പിങ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തുണി എടുത്തപ്പം നമ്മളൊന്ന് ഇതിൻ്റെ തുമ്പൊന്ന് മടക്കി അടിക്കണം. അപ്പം ഞാൻ രണ്ടാമതാണ് ചെയ്തത്. ഞാൻ എൻ്റെ എളുപ്പം വെച്ച് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ തയ്ച്ച് വരുമ്പം ആദ്യമേ ക്രോസ് പീസിൻ്റെ സൈഡ് മടക്കി അടിക്കാൻ മറക്കരുത്. ഇതുപോലെ മടക്കി കൊടുക്കണം, മടക്കി അടിച്ചു കൊടുക്കണം. ക്രോസ് പീസിൻ്റെ അരികൊന്ന് അടിച്ചെടുക്കണം. തയ്ക്കുന്ന സമയത്ത് അടിച്ചു കൊടുക്കാൻ പോയാൽ ചിലപ്പോൾ ഇത് ക്ലിയറായിട്ട് വരത്തില്ല. ഇനി നമുക്ക് പൈപ്പിങ് തയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള എത്ര വീതിയാണോ ആവശ്യം, ഞാനിപ്പോൾ ഇത്ര വീതിയിലാണ് പൈപ്പിങ് തയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് തുണി തിരിച്ച് വെച്ചിട്ട് ഈ അരികത്തൂടെ കണ്ടോ, ഈ അരികത്തൂടെ തന്നെ പൈപ്പിങ് അടിച്ച് വരണമേ. ഇത് കണ്ടോ, അത് ശകലം ഒന്ന് വലിഞ്ഞു പോയാൽ കുഴപ്പമില്ലതാ, ഇങ്ങനെ അടിക്കണം. ഒരേ വീതിയിൽ അടിച്ച് പോരണം പൈപ്പിങ്. അപ്പം നമ്മൾ പൈപ്പിങ് അടിച്ച് എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കെട്ടിട്ട് നിർത്താൻ പഠിക്കണമേ. അപ്പം നമ്മൾ പൈപ്പിങ് തയ്ച്ചു. ഇതാ കണ്ടോ, നമ്മൾ പൈപ്പിങ് നല്ലതുപോലെ ഫ്രണ്ട് കഴുത്ത് ബാക്ക് കഴുത്തും പൈപ്പിങ് തയ്ച്ചെടുത്തു. അപ്പം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് അടിക്കണം, കൈ വയ്ക്കണം, ബാക്കി ആഴ്ചയോടെ. ഇനി ഇതിൻ്റെ കൈ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ കൈയുടെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാവേ.
നമുക്ക് സ്ലീവിൽ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. സ്ലീവിൽ പൈപ്പിംഗ് വെച്ചാണ് അടിക്കുക സ്ലീവിൻ്റെ. അപ്പം പൈപ്പിങ്ങിൻ്റെ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്ന് അടിച്ചെടുക്കണമെന്ന്, അതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൽ വെച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ താഴത്തെ അറ്റത്ത് ഇതാ നോക്ക് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. ഇതാ എന്നിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ വീതി നമുക്ക് ആവശ്യമുള്ള വീതി എടുത്തിട്ട് നമ്മൾ തിരിച്ച് മടക്കി കൊടുക്കും. ഇത്ര വീതിയിലാണ് ഞാനിപ്പോൾ പൈപ്പിംഗ് തയ്ച്ചെടുക്കുന്നത്. ഇതാ കണ്ടോ, സ്ലീവിൽ ഞാൻ പൈപ്പിംഗ് വെച്ചു. ഇനി മറ്റേ സ്ലീവിലും കൂടെ പൈപ്പിംഗ് നമുക്ക് വയ്ക്കാം. ആദ്യം നമ്മൾ ഒരേ രീതിയിൽ ഇതാ ഇങ്ങനെ അടിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീതി എടുത്തിട്ട് മുകളിൽ അകത്തോട്ട് മടക്കും. ഇതാ എന്നിട്ട് ഒരേ വീതിയിൽ തന്നെ താഴോട്ട് അടിച്ചു പോകും. ആദ്യം കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ അത് തയ്ച്ച് വരുമ്പോൾ ശരിയായിക്കോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് പൈപ്പിംഗ് തയ്ക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇതാ ഇങ്ങനെ ഇതാ രണ്ട് കയ്യിൽ ഞാൻ പൈപ്പിംഗ് തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടിലോട്ട് ഈ സ്ലീവിനെ വെച്ച് പിടിപ്പിക്കാം. സ്ലീവിനെ വെച്ച് പിടിപ്പിക്കുമ്പം പലരും പല മെത്തേഡിലാണ് സ്ലീവിന് വെച്ച് പിടിപ്പിക്കുന്നത്. ഞാൻ പിടിപ്പിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. അതിൻ്റെ കൈക്കുഴി വെട്ടിയത് ഇതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴിയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ഈ കൈ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് നമ്മൾ വെട്ടിട്ടിരിക്കുന്ന അവിടെ വെച്ച് അടയാളപ്പെടുത്തണം. ഇതാ ഇങ്ങനെ അടയാളപ്പെടുത്തുമല്ല, വെച്ച് നോക്കണം. ഇതാ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ചിലരിവിടെ നിന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചു പോകും. പക്ഷെ ഞാൻ ഇങ്ങനെ അറ്റം തൊട്ട് അടിച്ച് വരുന്നത് ഇതാ ഇങ്ങനെ സ്ലീവ് വെച്ചിട്ട്. സ്ലീവ് പ്രത്യേകം വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാമേ. ഇതിൽ ഞാൻ സ്ലീവ് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതാ സെൻറ്ററിൽ തന്നെ വന്നത് കണ്ടോ. അതിലും തുണി വലിച്ചു പിടിക്കരുത്. തുണി വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വയ്ക്കാൻ പറ്റത്തില്ല. കണ്ടോ, സ്ലീവ് നമ്മൾ വെച്ചു. നമ്മൾ മറ സൈഡിലെ സ്ലീവ് അടിക്കുവാണ്. ഒരു സൈഡിലല്ലേ നമ്മൾ അടിച്ചുള്ളൂ, മറ സൈഡിലേയും കൊണ്ട് അടിക്കുവാണ്. ഇതാ ഇപ്പം രണ്ട് സൈഡിലെ സ്ലീവ് ഞാൻ അടിച്ചിട്ടുണ്ട്. കഴുത്ത് തയ്ച്ചു, ഷോൾഡർ അടിച്ചു, കഴുത്ത് തയ്ച്ചു, ഇതിൻ്റെ ബാക്കിൽ ഹുക്ക് വയ്ക്കാനുള്ള തയ്ച്ചു, സ്ലീവ് തയ്ച്ചു. ഇനി നമുക്ക് യോക്ക് പീസ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. യോക്ക് പീസിൻ്റെ സൈഡ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അത്യാവശ്യമുള്ളത് ഇതിന് ഒരു ബാക്ക് സൈഡിലൊരു വള്ളി വെച്ച് കൊടുക്കണം. അതിന് നമുക്ക് തയ്ച്ച് എടുക്കാം. യോക്ക് യോജിപ്പിക്കുമ്പം ദാ ഇതുപോലൊരു ചതുരത്തിലുള്ള പീസ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കോണോട് കോണ് വെട്ടി ബാക്ക് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ദാ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിതിനെ തിരിച്ചിടും. രണ്ട് സൈഡിലും വയ്ക്കാനുള്ള വള്ളിയാണ് ഇത്. പിന്നെ വേണ്ട ബാക്ക് സൈഡിൽ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്നിട്ട് ഇതിനകത്തുള്ളിലൂടെ ഇട്ട് കൊടുക്കണം. എന്താ ഇങ്ങനെ ഉള്ളിലൂടെ എടുത്ത് നമ്മളൊന്ന് തിരിച്ചിടുക. അദ്ദേഹം കണ്ടോ തിരിഞ്ഞു വന്നാൽ കേട്ടോ. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തത് വേണ്ട രണ്ട് സൈഡിലുള്ളത് തിരിച്ചിട്ട്. ഇനി നമുക്ക്
ആദ്യം സ്ലീവിൻ്റെ ഇവിടം വെച്ച് നമുക്ക് യോജിപ്പിക്കാം. യോജിപ്പിച്ച് ഇനി താഴെ എത്താറാവുമ്പോഴത്തേനും നമുക്ക് യോക്ക് യോജിപ്പിക്കേണ്ട തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ വള്ളി യോജിപ്പിച്ച് കൊടുക്കണം. ഇതായി ഞാൻ ഒരു സൈഡ് ഇപ്പം ഞാൻ 2 തരത്തിൽ ഇന്നാളെ പെറ്റിക്കോട്ട് പറഞ്ഞ പോലെ ഞാൻ 2 തരത്തിലാണ് ഫ്രോക്ക് പഠിപ്പിക്കുന്നത്. അപ്പം ഒരു സൈഡ് പാവാട പാട്ടിനുള്ളിലിട്ട് തയ്ക്കുന്നതും പഠിപ്പിക്കാം, ഇതും പഠിപ്പിക്കാം. ഇന്നിപ്പം നമ്മൾ തയ്ക്കുന്ന മെത്തേഡ് ഇതാണ്. അപ്പം നമ്മുടെ യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇതാ നോക്ക്, യോക്ക് പാർട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ സ്ലീവ് ഇവിടെ തയ്ച്ചു വെച്ചു. ഭാഗം നമ്മൾ യോജിപ്പിച്ചില്ല. അത് നമ്മൾ ഇത് തയ്ച്ച് വരുമ്പോൾ പാവാട പാട്ട് വയ്ക്കുമ്പം നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് പാവാട പാട്ട് തയ്ക്കാം. അപ്പോൾ നമുക്ക് പാവാട പാട്ട് ഇനി തയ്ച്ചെടുക്കാം. അതിൻ്റെ താഴത്തെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാവേ. ഇതുപോലൊന്ന് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കണം. അപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേ വീതിയിൽ നമുക്ക് ആവശ്യമുള്ള വീതി എടുക്കാം കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ഇത്ര വീതി എടുത്തിട്ടുള്ളൂ. ഇതേ വീതിയിൽ സൈഡ് വഴി ഞാൻ സ്റ്റിച്ചിട്ട് പോകും. അതേ കണ്ടോ, സൈഡ് വഴി സ്റ്റിച്ചിട്ട് പോവാം. അപ്പോൾ അടിഭാഗം നമുക്ക് ആദ്യം ഒന്ന് മടക്കി അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ അടിഭാഗം മൊത്തം അടിച്ചെടുത്തു. കണ്ടോ, അടിഭാഗം നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ പ്ലീറ്റ് ഇട്ടല്ലേ തയ്ക്കുന്നത്. അപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാവേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചെറിയ ഞുറിവിട്ട് കൊടുക്കണേ. അപ്പം നല്ല ഭംഗിയായിരിക്കും. ഞുറിവെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ സ്ക്രൂ ഡ്രൈവർ വല്ല മതി. ഇങ്ങനെ വെച്ച് ഉള്ളിലോട്ട് ഞുറിവിട്ട് കൊടുക്കണം. ഇങ്ങനെ ഫ്രോക്കിന് തീരെ ചെറിയ ഞുറിവാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടോ, ഞുറിവ് കണ്ടോ. ഇപ്പം ഇതുപോലുള്ള ഞുറിവുള്ള ഫ്രോക്കാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിന് ഒരുപാട് പ്ലെയർ ഉണ്ട് ഇതിന് തുണി. അപ്പോൾ നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞു. വീഡിയോ ഒത്തിരി ലോങ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും സമയം മാറ്റി വെച്ചത്. നോക്ക്, ഇതിനെ മൊത്തം ഞാൻ ചെറിയ പ്ലീറ്റ് എടുത്തു. ഇനി നമുക്കിത് യോക്ക് പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം. അപ്പം കഴിഞ്ഞ ദിവസം പെറ്റിക്കോട്ടിൻ്റെ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതേ ചീത്തവശം ഇട്ടു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കി ഒരു അടയാളം ചെയ്യുവാണേ. അടയാളം ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ അടയാളം ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ യോക്ക് പീസിൻ്റെ കഴിഞ്ഞ ദിവസം പെറ്റിക്കോട്ട് വെച്ച പോലെ യോക്ക് പീസ് നമ്മളിങ്ങനെ നിവർത്തി എടുത്തിട്ട് ഇതിനെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചില്ലേ വശം. ഈ വശം ഒരു സൈഡ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചല്ലോ, മറു സൈഡ് ജോയിൻറ്റ് ചെയ്യാനുണ്ട്. ഈ ജോയിൻറ്റ് ചെയ്ത വശം ഇവിടെ സെൻറ്ററിൽ വെച്ച് നോക്കും. ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് നോക്കും നമ്മൾ കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും. പാവാടയ്ക്കുള്ളിൽ ഇട്ട് തയ്ക്കുന്ന അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിപ്പം ഈ മെത്തേഡിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് യോക്ക് പീസ് ഇതിൻ്റെ നല്ല വശത്ത് ഇതിൻ്റെ ചീത്തവശം വെച്ചിട്ട് ഇങ്ങനെ ആ പ്ലീറ്റിൻ്റെ മീതെ കൂടെ പ്ലീറ്റ് ചുളുങ്ങും എടുക്കുകയെന്ന് ചെയ്തിട്ട് താഴോട്ട് നോക്കിക്കേ. ഇത് നോക്കിക്കേ, ഇതിൽ പ്ലീറ്റ് ചുളുങ്ങിയിട്ടൊന്നുമില്ല. ഇതിൽ നേരെ വെച്ച് നമ്മൾ ഒരേ രീതിയിൽ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കണ്ടല്ലോ, നമ്മൾ ജോയിൻറ്റ് ചെയ്ത വശം ഇവിടെയാണ്. തുണി ഒരിക്കലും വലിച്ചു തയ്ക്കാൻ പാടില്ല കേട്ടോ. തുണി വലിച്ചു തയ്ക്കുകയേ ചെയ്യരുത്. യോക്ക് വശം ഞാനതിൽ ജോയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കിയാലോ. ഇത് കണ്ടോ. അപ്പം ഇനി നമുക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ള ഈ സൈഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴെ അറ്റം വരെ ജോയിൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഫ്രോക്ക് റെഡിയാവും. ഇതുപോലൊരു വള്ളിയും കൂടെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്താലോ. ഈ സൈഡ് ഞാൻ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണേ. ആദ്യം സ്ലീവ് എടുത്തു. സ്ലീവിൻ്റെ വണ്ണം നോക്കി തയ്ച്ചത് ഇവിടെ എത്താറാവുമ്പോഴത്തേന് ഇതും കൂടെ വെച്ച് കൊടുക്കണം.
ഇതാ ഇത്രയേ ഉള്ളൂ ഫ്രോക്ക്. ഇതാ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കിയാലോ. നമ്മൾ തയ്ച്ച ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? ഇതാണ് നമ്മളിപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ഫ്രോക്ക്. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിൽ ആദ്യം നമ്മൾ കഴുത്തിൽ ഇവിടെ ബാക്ക് സൈഡിൽ ഓപ്പൺ അടിച്ചെടുത്തു. പിന്നെ നമ്മൾ പൈപ്പിങ് വെച്ചു. പിന്നെ നമ്മൾ ഷോൾഡർ അടിച്ച് ചേർത്തു. പിന്നെ നമ്മൾ സ്ലീവ് തയ്ച്ചു. പിന്നെ സ്ലീവിൻ്റെ സൈഡിൽ ഒരു പൈപ്പിങ് കൊടുത്തു. ഈ സൈഡിലും പൈപ്പിങ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ യോക്കിൻ്റെ വൺ സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ട് പാവാട പാട്ട് രണ്ടാമത് നമ്മൾ പാവാട പാട്ട് അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ ചെറിയ ചെറിയ ഞുറിവിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടു. എന്നിട്ട് യോക്ക് പീസും പാവാട പീസും കൂടെ യോജിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സൈഡ് അടിച്ചു. ഈ ഫ്രോക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുത്ത് വർക്കുകൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോ വെച്ച് പിടിപ്പിക്കാം. കൊച്ചുകുട്ടികൾക്ക് ഏത് തരത്തിലും ഏത് ഫാഷനിൽ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഫ്രോക്ക് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷർട്ട് മോഡൽ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാനത് ഉടനെ അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഫ്രോക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പം പിന്നെ മോഡൽ ഫ്രോക്കുകൾ ഞാൻ തയ്ക്കാൻ പഠിപ്പിക്കാം. അംബ്രല കട്ട് ഫ്രോക്ക് തയ്ക്കാൻ പഠിപ്പിക്കാം. വെറൈറ്റി ആയിട്ടുള്ള 4-5 കട്ട് ഫ്രോക്ക്, തട്ട് ഫ്രോക്ക്, അങ്ങനെ ഒരുപാട് ഫ്രോക്ക് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ പഠിപ്പിച്ചെടുക്കാം. അപ്പം ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാ ദിവസവും 7 മണിക്ക് അപ്ലോഡ് ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ അത് മറ്റുള്ളവരിലേക്ക് എത്തത്തുള്ളൂ. അപ്പം നാളെ കാണാം.